Narendra Modi has also committed to Donald Trump that India will buy 9 lakh crores of American products every year. Narendra Modi മറ്റൊരു കരാർ 9 ലക്ഷം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ എല്ലാ വർഷവും വാങ്ങുന്നതാണ് എന്ന് നരേന്ദ്രമോദി ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. Imagine what is going to happen to India's small and medium businesses who are going to be wiped out as a result of this decision. ഈ അമേരിക്കയുമായിട്ടുള്ള ഈ കരാറിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ നിന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തുടച്ചു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. Here we are fighting for employment of people of Kerala, and there Mr. Narendra Modi is handing away our entire production system. നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉൽപാദകർക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നരേന്ദ്രമോദി ഈ രാജ്യത്തെ ഉൽപാദകർക്കെതിരായ കർശനമായ നിലപാടാണ്, ദ്രോഹ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. And the reason Narendra Modi has signed this deal is very simple. Everybody knows this deal is not in the interest of the people of India. Everybody knows why Narendra Modi has signed this deal with Donald Trump. എല്ലാവർക്കും അറിയാം എന്താണ് ഈ കാര്യം. ഇത് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല നരേന്ദ്രമോദി അമേരിക്കയുമായി ഈ തെറ്റായ കരാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. The reason is very simple. The first reason is Epstein. There are 3.5 million Epstein files that are still hidden. America is threatening to release them and destroy Narendra Modi's image. കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ നരേന്ദ്രമോദി പറ്റിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ അമേരിക്ക സംരക്ഷിക്കും. അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ തെറ്റായ ഈ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. And the second, even more powerful reason is Adani. അദാനിക്ക് സഹായം ചെയ്തു കൊടുക്കുക. അദാനിയാണ് ഇതിലെ രണ്ടാമത്തെ കക്ഷി. അദാനിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ തള്ളി പറഞ്ഞിട്ടുള്ളത്. Brothers and sisters, please understand, Adani is not a normal company. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, അദാനി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വ്യവസായിയല്ല, ഒരു സാധാരണ കമ്പനിയല്ല. അദാനിയുടെ കമ്പനി. No normal company can grow the way Adani has grown over the last 10 years. ഒരു സാധാരണ കമ്പനിക്കും അദാനി ചെയ്തിട്ടുള്ള ഈ തട്ടിപ്പുകളും വെട്ടിപ്പുകളും കഴിഞ്ഞ 10 കൊല്ലത്തെ അത് സാധാരണ ഒരു കമ്പനിക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ്. Adani is the financial architecture of the BJP. അദാനി തന്നെയാണ് ബിജെപിയുടെ സാമ്പത്തിക സ്രോതസ്. അദാനി തന്നെയാണ് ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിയെ സാമ്പത്തികമായി സംരക്ഷിക്കുന്നത്. അദാനി തന്നെയാണ്. And the United States and Donald Trump understand this very well. അമേരിക്കക്കറിയാം, ട്രംപിനറിയാം, അദാനിയാണ് ബിജെപിയുടെയും നരേന്ദ്രമോദിയുടെയും സഹായി എന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. That is why they have put a case, a criminal case on Mr. Adani in the United States. അതുകൊണ്ടാണ് അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ പോലും ഇല്ലാതാക്കാൻ അമേരിക്ക സഹായിക്കുന്നതിന്റെ കാരണം അവർക്കറിയാം അദാനിയാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ സഹായി എന്ന് അമേരിക്ക. But the case is not targeted at Adani. The case is targeted at Modi and the BJP. ഈ കേസ് അദാനിക്കെതിരെയുള്ള കേസ് മാത്രമല്ല, ഈ കേസ് നരേന്ദ്രമോദിക്കും ബിജെപിക്കുമെതിരെ ഉന്നമിക്കുന്ന കേസുകൾ തന്നെയാണ്. That is why Donald Trump can abuse the Prime Minister of India. That is why Donald Trump can publicly say that I can destroy Narendra Modi anytime I want. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെയും ഇന്ത്യയും അവഹേളിക്കുന്നത്. ട്രംപ് അവകാശപ്പെടുകയാണ്, എനിക്ക് മോഡിയെ എങ്ങനെയും നിയന്ത്രിക്കാം, അദ്ദേഹത്തെ എങ്ങനെയും അവഹേളിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആവർത്തിച്ച് പറയുകയാണ്.